ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഇന്നലെ അനുവും നെവീനും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അതായത് അനു നെവീനോട് ചോദിക്കുകയാണ്, നിൻ്റെ വീട്ടിൽ നിന്നും ഇന്നലെ നിൻ്റെ അമ്മയും അനിയത്തിയും വന്നപ്പോൾ നിൻ്റെ ഫേസ് ആകെ മാറിയല്ലോ, നിൻ്റെ മുഖം ആകെ ഡള്ളായി പോയല്ലോ, നീ നിൻ്റെ അമ്മയെയും അനിയത്തിയേക്കാളും കൂടുതൽ നിൻ്റെ ആ ഫ്രണ്ട് വരണം എന്ന് ആഗ്രഹിച്ചിരുന്നു, പ്രധാന വാതിലിലൂടെ ആ ഫ്രണ്ട് വരും എന്ന് നീ പ്രതീക്ഷിച്ചിരുന്നു അല്ലേ, അതുകൊണ്ടാണല്ലേ നിൻ്റെ ഫേസ് മാറിയത്, ഞാനത് ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ നിൻ്റെ ലൈഫ് സ്റ്റോറി അന്ന് ആ കഥ പറയുന്ന സമയത്ത് ഞാൻ മുഴുവനായൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല, എനിക്കതിനെപ്പറ്റി അറിയുകയുമില്ല, നിൻ്റെ പാസ്റ്റ് എന്താണ് അല്ലെങ്കിൽ നിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നതൊന്നും എനിക്കറിയില്ല. പക്ഷേ നീ അമ്മയും അനിയത്തിയും വന്നപ്പോൾ സന്തോഷിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഇതെല്ലാം ബെഡിൽ കിടന്നുകൊണ്ട് നെവിൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നെവിൻ അനുമോളോട് പറയുകയാണ്, അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവനുമായി എനിക്ക് അത്രത്തോളം ബോണ്ടുണ്ട് എന്നതൊക്കെ. അപ്പോൾ അനുമോൾ പറഞ്ഞിട്ട്, നിനക്ക് എത്ര വർഷത്തെ ബോണ്ടാണ് അവനുമായി ഉള്ളത്, നിൻ്റെ വീട്ടുകാരേക്കാളും നിൻ്റെ അമ്മയേക്കാളും അനിയത്തിയേക്കാളും വലിയ ബോണ്ടാണോ അവനോട് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ നെവിൻ പറയുന്നുണ്ട്, എനിക്ക് അവരുടെ അത്രത്തോളം ബോണ്ട് ഇല്ലെങ്കിലും അവനുമായി എനിക്ക് അവനെൻ്റെ അത്രയും ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നത്, അവൻ വരും എന്ന് ഞാൻ അത്രയും പ്രതീക്ഷിച്ചിരുന്നു, ഒരുപക്ഷെ അവനായിരുന്നു വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ റിയാക്ഷൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ അനുമോള് നെവിനെ അഡ്വൈസ് ചെയ്യുകയാണ്, നീ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോം അല്ലേ ഇത്, അപ്പോൾ ഇവിടെ കൊണ്ടുവരേണ്ടത് നിൻ്റെ ഫ്രണ്ടിനെ അല്ല അമ്മയെയും അനിയത്തിയെയുമാണ്, നിനക്കതറിയാമല്ലോ, നീ നിൻ്റെ ോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം അതായിരിക്കും. നിനക്കൊരു പനി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നെങ്കിൽ നിൻ്റെ അടുത്തിരുന്ന് നിന്നെ ആരാണ് പരിചരിക്കാറുള്ളത്, നിന്നെ ആരാണ് നോക്കാറുള്ളത്, അവർക്കാണ് നീ വില കൊടുക്കേണ്ടത്. നമ്മൾ മരിക്കുന്നത് വരെ അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ കൂടപ്പിറപ്പുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളത്. അപ്പം നെവിൻ പറയുന്നത്, എനിക്കത് പ്രകടിപ്പിക്കാൻ അറിയില്ല, എനിക്ക് എൻ്റെ ഫാദറിൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അതങ്ങോട്ട് വരാറില്ല എന്നുള്ളത്. അപ്പം അനുമോള് പറയുന്നത്, നീ ബാക്കിയുള്ള എല്ലാ ഫാമിലീസ് വന്നപ്പോഴും അവരോടൊക്കെ അത്രത്തോളം സ്നേഹത്തോടു കൂടി നിൽക്കുന്നുണ്ടായിരുന്നല്ലോ, ആ രീതി തന്നെ ഇവരോടും പ്രകടിപ്പിക്കണം, അതെന്താണ് നിനക്ക് പറ്റാത്തത്, നിന്നെ ഞാൻ മാറ്റിയെടുക്കും, നിനക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നതെല്ലാം തന്നെ ഞാൻ മാറ്റിയെടുക്കും, നീ മാറും, നിന്നെ ഞാൻ പഠിപ്പിക്കും എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ഒനീര് വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നുണ്ട്, അനുമോൾ എന്നെ ഉപദേശിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സത്യത്തിൽ അനുമോൾ വളർന്നു വന്ന സാഹചര്യം ആയിരിക്കില്ല ഒരുപക്ഷെ നെവിൻ വളർന്നു വന്ന സാഹചര്യം. നെവിൻ്റെ ലൈഫിലെ എന്തൊക്കെ സംഭവിച്ചു അല്ലെങ്കിൽ നെവിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നതൊക്കെ നമുക്ക് ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ. അല്ലാതെ നെവിൻ്റെ പേഴ്സണൽ ലൈഫ്, വ്യക്തിഗത ജീവിതത്തിൽ അവരുടെ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി നമുക്ക് യാതൊരുവിധ അവബോധവും ഇല്ല. അങ്ങനെ ഇരിക്കെ ഒരു വ്യക്തിയെ പോയി അഡ്വൈസ് ചെയ്യാനോ അവരെ മാറ്റിയെടുക്കാനുള്ള യാതൊരുവിധ റൈറ്റ്സും നമുക്കില്ല. അമ്മയും സഹോദരിയും ഏറ്റവും ഫേവറേറ്റ് ആളുകൾ തന്നെയാണ്, എങ്കിൽ കൂടി നെവിനും തൻ്റെ സുഹൃത്തും തമ്മിലുള്ള ആ ഒരു ബോണ്ട് അതൊരു പക്ഷേ അത്രത്തോളം വലുതായതുകൊണ്ടായിരിക്കാം നെവിൻ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വരണം എന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ അനുമോളുടെ ലൈഫും നെവിൻ്റെ ലൈഫും തമ്മിൽ കമ്പയർ ചെയ്യരുത്. അനുമോളുടെ ലൈഫിലുള്ള അനുമോൾ കടന്നു വന്ന ആ ഒരു സാഹചര്യം ആയിരിക്കില്ല ഒരുപക്ഷെ നെവിൻ കടന്നു വന്ന സാഹചര്യങ്ങളും. രണ്ട് തലങ്ങളാണ് എന്നത് അനുമോൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ നല്ലതായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അത്രയും കാര്യങ്ങൾ ഇന്നലെ നെവിനോട് പറഞ്ഞതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. അനുമോൾക്ക് നെവിൻ്റെ വ്യക്തിഗത ജീവിതം അറിയാത്തിടത്തോളം കാലം നമ്മൾ ആരുടെയും പേഴ്സണൽ ലൈഫിലേക്ക് കയറിയിട്ട് ജഡ്ജ്മെൻറ്റ് നടത്താതിരിക്കുക. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേറ്റുമായി നമ്മൾ വീണ്ടും കൂടി ചെയ്തിരിക്കും.